നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിക്കണ്ട, നിങ്ങളെ കുറിച്ചുള്ള കുറ്റം പറയാനൊന്നും അല്ല, വേറൊരു കാര്യം പറയാനാ. 16 വർഷം മുൻപുള്ളൊരു കാര്യം. വർഷം മുമ്പുള്ള കാര്യം. നിന്റെ കുട്ടിക്കാലത്ത് പ്രണയകഥ പറയാനാണെങ്കിലേ കേൾക്കാനേ എനിക്ക് മനസ്സില്ല. എനിക്കെന്നല്ല, ആർക്കും താല്പര്യമില്ല. പോവല്ലേ, ഇതൊന്നും അല്ല, എന്റെ കാര്യമൊന്നും അല്ല, ഈ കുടുംബത്തിലെ വേറൊരാളുടെ കാര്യമാ. വേറൊരാളുടെ കാര്യം? ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താന്ന് വെച്ചാ തുറന്നു പറയും. 16 വർഷങ്ങൾ മുൻപുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 16 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചത്. ചോദ്യോത്തരം കളിക്കാതെ നീ കാര്യം എന്താന്ന് പറയടി. പറയാം. ഞാൻ മൊബൈലില് ഒരു മ്യൂസിക് കേട്ടോണ്ടിരിക്കായിരുന്നു. അത് കേട്ടോണ്ട് അമ്മ വന്നു. എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു. 16 വർഷം മുൻപ് കേട്ട മ്യൂസിക് ഓഫ് ചെയ്യടിന്ന് പറഞ്ഞ് എന്റെ കരുണക്കുറ്റിക്ക് ഒറ്റയടി. കണ്ണീന്ന് പൊന്നീച്ച പറക്കുമെന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു. എന്റെ കണ്ണീന്നേ ഒരു 10-15 പൊന്നീച്ച ഒന്നിച്ച് പറന്നു പോകുന്നത്. 16 വർഷം മുൻപ് അമ്മ കേട്ട മ്യൂസിക് ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം? എനിക്കത് അറിയണം. നിങ്ങൾ ആരെങ്കിലും അതെനിക്ക് പറഞ്ഞു തരണം. അതിനാ ഞാനിപ്പോ എല്ലാരെയും വിളിപ്പിച്ചത്. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് പുറത്തു പറയാൻ കൊള്ളാത്തതും ആവും. അതല്ലേ പ്രഭാവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ. അല്ല, 16 വർഷം മുമ്പുള്ള മ്യൂസിക് അല്ലേ, ഓൾഡ്. പഴയ മ്യൂസിക് ചേച്ചിക്ക് ഇഷ്ടമല്ല. ന്യൂജൻ പാട്ടുകളാ ചേച്ചിക്ക് ഇഷ്ടം അല്ലേ ചേച്ചി? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മ്യൂസിക് കേട്ടാ അമ്മ എല്ലാരും തല്ലുവോ? ആ, ചിലപ്പം. ഇതേ അതൊന്നും അല്ല. ചെറിയമ്മ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവും. മ്യൂസിക് കേട്ടതിന് അമ്മ വന്ന് ഗാർഗിയുടെ കരണത്തടിച്ചെങ്കിൽ ആ മ്യൂസിക് അമ്മ ഇറിറ്റേറ്റ് ചെയ്യുന്നു അർത്ഥം. ആ മ്യൂസിക്കിനോട് ഇറിറ്റേഷൻ തോന്നണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും. അതുറപ്പാ. ആ കാരണമാ എനിക്കറിയണ്ടേ. എനിക്കും അറിയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. വിശാൽ, പ്രഭാവതിയോട് തുറന്നു പറയാൻ പറയേ. അമ്മേ, എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട്. അമ്മ കാരണം പറയാ. ഇത്രയും കാലം ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു? എന്ത്? പാട്ട് പാടാനുള്ള കഴിവ്. ചേച്ചിയുടെ പാട്ട് കേട്ട് എല്ലാവരുടെ കണ്ണ് നിറഞ്ഞു പോയില്ലേ? ദേ, പ്രഭാവതി എന്ന് ദേഷ്യത്തോടെ മാത്രം പറഞ്ഞിരുന്ന രാധികയൊക്കെ ചേച്ചി നേരിട്ട് അഭിനന്ദിച്ചില്ലേ? ചേടാ, എന്നാലും അറിഞ്ഞില്ലേ ചേച്ചി, ചേച്ചിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു പാട്ടുകാരി ഉറങ്ങി കിടപ്പുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അതുപോലുള്ള സിറ്റുവേഷനില് പാടുക മാത്രമല്ല, സർക്കസ് വരെ കളിച്ചു പോവും എന്റെ പൊന്നാങ്ങളെ. പിടിച്ചു നിക്കണ്ടേ? ചേച്ചി എന്താ പറഞ്ഞേ? എനിക്ക് സന്തോഷമായെന്ന്. പ്രഭാവതി കൊള്ളാവുന്ന അവരൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി. ഇതുവരെ ഞാൻ അവരുടെയൊക്കെ കണ്ണിലെ മൂശേട്ടയായിരുന്നില്ലേ? ആ, അത് സത്യം. പക്ഷെ ചേച്ചി, ആക്ച്വലി അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ എന്താ നടന്നതെന്ന് നീയും കണ്ടതല്ലേ? ആ, കണ്ടു.
പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഗാർഗി ഒരു മ്യൂസിക് ഏൽപ്പിച്ചു, അതിൽ പിടിച്ച് എന്തൊക്കെയോ സംസാരം ഉണ്ടായി. അല്ല, ഒരു 16 കൊല്ലത്തെ കണക്കും പറയുന്നുണ്ടായിരുന്നല്ലോ. സത്യം പറഞ്ഞ കാഴ്ചയില്ലാത്തവൻ വെടിക്കെട്ട് കണ്ട പോലെ എന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞ ഒരു രൂപം കിട്ടുന്നില്ല. ചേച്ചി എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി താ. അതെ, കൂടുതൽ അറിഞ്ഞിട്ട് എന്തിനാ? നീ നിന്റെ കാര്യവും നോക്കി അവിടെ എവിടെങ്ങാനും പോയിരുന്നേ. ചേച്ചി, കൺഫ്യൂഷൻ ആയല്ലോ. ചേച്ചി എന്തോ മറക്കുന്നുണ്ടല്ലോ. അതത്ര നിസ്സാര സംഭവമൊന്നുമല്ല. കൺഫ്യൂഷൻ തീർക്കണമേ. ഈ മുറിയിൽ നിന്ന് തന്നെയാകും ആ മ്യൂസിക് കേട്ടത്. അത് ഈ മുറിയിൽ തന്നെയുണ്ട്. ഈ മുറി ഇപ്പോ പാർവതിയല്ലേ ഉപയോഗിക്കുന്നത്? ഇതിൽ തന്നെ ഉണ്ടാവും. അവള് അതിവിടെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. അതെവിടെ? എടി, ചോദിച്ചത് കേട്ടില്ലേ? അതെവിടെയെന്ന്? അമ്മ എന്തോ തിരയാണല്ലോ. എന്തായിരിക്കും? ഇതെവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അമ്മേ, അമ്മ എന്താ ഈ തിരയുന്നേ? അമ്മയ്ക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതേ 10 കിലോ സ്വർണം. തരാൻ പറ്റുമോ നിനക്ക്? എനിക്ക് എന്താ വേണ്ടതെന്നോ, ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.